ജൂബിലിക്കൊരുക്കമായി 2024 പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പ. ജനുവരി 21 ഞായറാഴ്ചയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പാപ്പ നടത്തിയത്. വ്യക്തിജീവിതത്തിലും സഭാജീവിതത്തിലും ലോകത്തിലും പ്രാർത്ഥനയുടെ മഹത്തായ മൂല്യവും സമ്പൂർണ്ണ ആവശ്യവും പുനഃപരിശോധിക്കാൻ സമർപ്പിക്കപ്പെട്ട കാലയളവായി ഈ വർഷം മാറ്റണമെന്നാണ് പാപ്പ പറഞ്ഞത്. ജൂബിലി വർഷം കൃപയുടെ കാലയളവാണെന്നും നന്നായി ജീവിക്കാനും ദൈവത്തിന്റെ പ്രത്യാശയുടെ ശക്തി അനുഭവിക്കാനും പ്രാർത്ഥന തീവ്രമാക്കാനും ആവശ്യപ്പെടുകയാണെന്നും അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ വർഷം ആരംഭിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ഓരോ 25 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാര സംഭവത്തിന് 2025 വർഷം തികയുന്ന വേളയെന്നതും ഇത്തവണത്തെ സവിശേഷമായ വസ്തുതയാണ്. 2024 ഡിസംബർ 24 ക്രിസ്തുമസ് തലേന്നാണ് ജൂബിലി വർഷത്തിന് ആരംഭമാകുക. 2026 ജനുവരി 6 ജൂബിലി വർഷം സമാപിക്കും. ദളിത് ക്രൈസ്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് DCMS. ദളിത് ക്രൈസ്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് KBCBയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ വിവിധ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. DCMS സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസഫ് വടക്കേക്കുറ്റ്, വിൻസെന്റ് ആന്റണി, ഡി പ്രഫലദാസ്, ത്രേസ്യാമ മത്തായി, ബാബു പീറ്റർ, PJ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ട പട്ടികജാതി സംവരണം പുനഃസ്ഥാപിക്കണമെന്നും അതിനായി 1950 ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയ ഉത്തരവിന്റെ 3ാം ഖണ്ഡിക റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. കടുത്ത മഞ്ഞിനെ അവഗണിച്ച് വാഷിംഗ്ടൺ DC നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പ്രോ ലൈഫ് മുദ്രാവാക്യങ്ങൾ മുഴക്കി ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തം. ക്യാപിറ്റോൾ കെട്ടിടത്തിൽ നിന്നും സുപ്രീം കോടതി വരെ നീണ്ടുനിന്ന റാലി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നടന്നത്. അമേരിക്കയിലെ സുപ്രീം കോടതി ഭ്രൂണഹത്യ നിയമവിധേയമാക്കിയ റോ വൈസ് വേഡ് കേസിലെ വിധിയോടുകൂടിയാണ് 1973 30ഓളം വരുന്ന പ്രോലൈഫ് നേതാക്കൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കേസിലെ വിധിക്ക് സാധുതയില്ലെന്ന് വ്യക്തമാക്കി കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. കോടതി വിധി വന്നതിനുശേഷം നടക്കുന്ന 2ാമത്തെ മാർച്ച് ഫോർ ലൈഫ് ആയിരുന്നു ഇത്തവണ നടന്നത്. സംസ്ഥാനങ്ങൾക്ക് ഭ്രൂണഹത്യാ വിഷയത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ച് 14ഓളം സംസ്ഥാനങ്ങളാണ് ഭ്രൂണഹത്യ നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യം വച്ച് നിയമനിർമ്മാണങ്ങൾ പാസാക്കിയത്. ഭ്രൂണഹത്യയെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്ത നാൾ വരെ ഇതിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന സന്ദേശമായിരുന്നു മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പ്രധാനമായി മുഴക്കിയത്. കൊളംബിയയുടെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. തെക്കേ അമേരിക്കൻ നാടായ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവെ ഫ്രാൻസിസ്കോയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. 35 മിനിറ്റ് നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ ഇരുവരും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തുവെന്ന് വാർത്താവിതരണ കാര്യാലയം പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി. വത്തിക്കാനും കൊളംബിയയും തമ്മിലുള്ള ബന്ധം നന്നായി തുടരുന്നതിൽ ഇരുവരും സംതൃപ്തി രേഖപ്പെടുത്തി. കൊളംബിയയിലെ സാമൂഹ്യ രാഷ്ട്രീയാവസ്ഥ, കുടിയേറ്റം, പാരിസ്ഥിതിക പരിപാലനം എന്നിവയും ചർച്ചാ വിഷയങ്ങളായി. നിക്കരാഗൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം 3 വൈദികരെ കൂടി പുറത്താക്കി. ഡാനിയൽ ഒർട്ടേഗയുടെ ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റസാരിയോ മുറില്ലയുടെ ഭരണകൂടമാണ് 3 കത്തോലിക്ക വൈദികരെ കൂടി പുറത്താക്കിയത്. രാജ്യത്തു നിന്നും പുറത്താക്കപ്പെട്ട 2 വൈദികർ മെക്സിക്കൻ പൗരന്മാരാണ്. കഴിഞ്ഞയാഴ്ച 2 ബിഷപ്പുമാർ, 15 വൈദികർ, 2 സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവരെ ഏകാധിപത്യ ഭരണകൂടം മോചിപ്പിച്ച് റോമിലേക്ക് നാടുകടത്തുകയായിരുന്നു. ഇവരെ വത്തിക്കാൻ ഏറ്റെടുത്തിരുന്നു. ഇതിനിടെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ 3 വൈദികരെ കൂടി പുറത്താക്കിയത് വീണ്ടും സഭയെ പ്രതിസന്ധിയിലാക്കിയത്.